ചില സിറ്റുവേഷനിൽ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ കൈവിട്ടു പോകും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ബിയോണ്ട് അവർ കൺട്രോളിലായിരിക്കും കാര്യങ്ങൾ പോവുക. എല്ലാം പ്ലാൻ ചെയ്തു, പക്ഷേ ഇടയ്ക്ക് വെച്ച് ഉദ്ദേശിക്കാത്ത തടസ്സങ്ങൾ കയറി വരും. ആ തടസ്സങ്ങളെ നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇതുപോലെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇനി നമ്മളൊന്നും ചെയ്യേണ്ട. കാര്യങ്ങളെ അതിൻ്റെ സ്വാഭാവിക വഴിക്ക് വിട്ടേക്കുക. ചിലപ്പോൾ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വന്നേക്കാം, അല്ലെങ്കിൽ ഫെയിലാകും. നടന്ന ഒരു സംഭവം പറയാം. ഒരു കോർപ്പറേറ്റ് ഓഫീസ്. അവിടെ ഒരു ടീമിൽ 3 സീനിയർ ലീഡേഴ്സ് ഉണ്ട്. അതിലൊരാൾക്ക് നെക്സ്റ്റ് സാറ്റർഡേ ഏർലി മോർണിംഗ് ആകുമ്പോഴേക്ക് ദൂരെ അയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഒരു ഫംഗ്ഷന് എത്തിച്ചേരണം. ഏതാണ്ട് ഒരു 4 hours കാർ ഡ്രൈവിംഗ് വേണം അയാൾക്ക് അവിടെ എത്തിച്ചേരാൻ. സാറ്റർഡേ മോർണിംഗ് പോവുകയാണെങ്കിൽ ഒരുപാട് നേരത്തെ എഴുന്നേറ്റ് പോകണം. അപ്പോൾ അയാൾ കരുതി ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഒരു ഹാഫ് ഡേ ലീവ് എടുക്കാം. എന്നിട്ട് സുഖമായിട്ട് തലേ ദിവസം നൈറ്റ് ആകുമ്പോഴേക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി അവിടെ സ്റ്റേ ചെയ്യാം. ടീമിലെ സീനിയറായിട്ടുള്ള 3 പേരിലെ വേറൊരാൾ ഓൾറെഡി ആ ഫ്രൈഡേ ലീവ് എടുക്കുന്ന കാര്യം എല്ലാവർക്കും നേരത്തെ അറിയാം. ഹാഫ് ഡേ ലീവ് അപ്ലൈ ചെയ്യാനായി അയാൾ ചെന്നപ്പോഴാണ് മനസ്സിലായത് സീനിയറായ രണ്ടാമത്തെ ആളും അതേ ഫ്രൈഡേ തന്നെ ലീവ് എടുക്കുന്നുണ്ട്. മൊത്തം സീനിയേഴ്സിൽ 2 പേരും ആ ഫ്രൈഡേ ലീവ് എടുക്കുവാണ്. അവരുടെ ടീമിലെ റൂൾ അനുസരിച്ച് സീനിയേഴ്സ് എല്ലാവരും കൂടി ഒരു ദിവസം ലീവ് എടുക്കരുത്. ആരെങ്കിലും ഒരാൾ പ്രസൻ്റ് ആയിരിക്കണം. സീനിയേഴ്സായ മറ്റ് 2 പേരും ലീവ് എടുക്കുന്നത് കൊണ്ട് ഇനി അയാൾക്ക് ഫ്രൈഡേ ലീവ് എടുക്കാൻ പറ്റില്ല. വർക്ക് ചെയ്തേ പറ്റൂ. ഇനി ഓഫീസ് കഴിഞ്ഞിട്ട് ലേറ്റായി പോകാമെന്ന് വെച്ചാൽ അവിടെയും വേറൊരു പ്രോബ്ലം ഉണ്ട്. രാത്രി 9 മണി വരെയാണ് ഷിഫ്റ്റ്. അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ രാത്രി ഏതാണ്ട് 1 മണി അല്ലെങ്കിൽ 2 മണിയൊക്കെ ആവും ഫ്രണ്ടിൻ്റെ വീട്ടിലെത്താൻ. അത്രയും ലേറ്റ് ആയാൽ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ലേറ്റ് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു റിസ്ക്കും അതിനകത്തുണ്ട്. അങ്ങനെ അയാൾ ഫ്രൈഡേ പോകുന്ന പ്ലാൻ ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ സാറ്റർഡേ ഒരു 4 മണി അല്ലെങ്കിൽ 5 മണിക്ക് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് സ്പീഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് അവിടെ എത്താമെന്ന് അയാൾ പ്ലാൻ ചെയ്തു. വെനസ്ഡേ ആയപ്പോൾ അയാളുടെ ഫ്രണ്ട് വിളിച്ചു, സാറ്റർഡേ നീ ഒരുപാട് നേരത്തെ എത്തണ്ട, കുറച്ച് വൈകി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. കാരണം ഫ്രൈഡേ അവർക്ക് വളരെ അർജൻറ്റായിട്ട് വേറെ ഒരു യാത്ര പോകേണ്ട സിറ്റുവേഷൻ വന്നു. പിറ്റേ ദിവസം സാറ്റർഡേ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴേ അവർ വീട്ടിൽ തിരിച്ചെത്തു. അതുകൊണ്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്ക് നീ എത്തിയാൽ മതിയെന്ന് അവർ പറഞ്ഞു. അയാൾക്ക് എല്ലാം കൊണ്ടും സൗകര്യമായി. ഈ സംഭവത്തിലെ പോലെ എപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ പോസിറ്റീവായിട്ട് അവസാനിക്കണമെന്നില്ല. എങ്കിലും കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലാതെ വന്നു എന്ന് കണ്ടാൽ അസ്വസ്ഥരാകാതിരിക്കുക. കൂളായിട്ട് ഇതിനെ എങ്ങോട്ട് പോകുന്നതെന്ന് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അങ്ങനെയായാൽ ഇതുപോലെയുള്ള പല സിറ്റുവേഷൻ വരുമ്പോൾ ടെൻസ്ഡ് ആകാതെ നിങ്ങളതിനെ ഫേസ് ചെയ്തു തുടങ്ങും. ഇത് കണ്ട് മറ്റുള്ളവരും പറഞ്ഞു തുടങ്ങും നിങ്ങൾ വളരെ കൂളാണല്ലോ എന്ന്. അപ്പോൾ ഓർത്തു വെക്കുക, ഇനിയൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോകുവാണെങ്കിൽ ഓട്ടം നിർത്തുക. നാച്ചുറലായ ഒരു രീതിയിൽ കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടന്നോളും. നമുക്ക് നിയന്ത്രണമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പിന്നെ പോകണ്ട.